ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് അതിലുള്ള ഒരു കമന്റ് മുഖേന ഞാൻ അറിയുന്നത് ഞാൻ തീവ്രവാദിയാണെന്നുള്ളത്. ആക്ച്വലി കേസ് ആയിരുന്നു തീവ്രവാദി. എനിക്ക് എന്താന്നറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊരു തീവ്രവാദിന്റെ ഒരു മേക്കപ്പ് വീഡിയോ നമുക്ക് ചെയ്യാം. നമുക്ക് തീവ്രവാദിന്റെ ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് മേക്കപ്പ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ജെമിനിനോട് ചോദിച്ചു നോക്കട്ടെ, ഞാൻ തീവ്രവാദി ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ലുക്ക്. അപ്പൊ ഞാൻ ജെമിനിനോട് ചോദിച്ചിട്ട് ഏകദേശം എന്റെ ലുക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാനൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോട് ഇവിടൊക്കെ അങ്ങനെ തോക്ക് വരണമെന്നൊക്കെയുള്ള സെറ്റപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓൾക്ക് ചെയ്യണതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഓല് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് 2 തോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ മോളെടുത്ത് കളഞ്ഞു. അത് പൊട്ടണില്ല എന്നോള് പറയുന്നത്. അതുകൊണ്ട് ഓളെടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ നോക്കട്ടെ, തോക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തോക്കും പിടിച്ചുള്ള വീഡിയോ ആയിരിക്കും. എന്തായാലും ഇപ്പൊ നമുക്ക് മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത്. തീവ്രവാദി ലുക്ക്, ടെററിസ്റ്റ് ലുക്ക്, ടെററിസ്റ്റ് ലുക്ക് മേക്കപ്പ്. പൂക്കി ടെററിസ്റ്റ് ആയിക്കും ഞാൻ. നോക്കിക്കോ, തുടങ്ങല്ലേ. അപ്പൊ ആദ്യം തീവ്രവാദി കുറച്ച് മോതിരടിച്ചേ. എൻ്റെ പേര് നെർമിന. ശരിയാണ്, ഞാൻ കുറച്ച് റെയർ ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു പേരും കൂടിയാണ് എൻ്റെ. സ്വാഭാവികമായിട്ടും ചേരുന്നുണ്ട്. മോതിരൊക്കെ ഇടാം. എല്ലാം മോതിരം ഇടാം നമുക്ക്. ഇതോടൊപ്പം കുത്തിക്കേറ്റാം മോതിരം. കൺമഷി നമുക്ക് സൺസ്ക്രീൻ ഒന്നും വേണ്ട, നമ്മൾ പുറത്തൊന്നും പോണില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കൺമഷി മാത്രം മതിട്ടാ. കൺമഷി എഴുതിയിട്ട് ഞാൻ വരാതേക്കും നല്ലത്. കണ്ണ് ഇതേപ്പോ തന്നെ ആ ഒരു ലുക്ക് അല്ലേ, എല്ലാവരും ലുക്ക് മാറിയില്ലേ. കണ്ണ് ഇതേപ്പോ തന്നെ ആട്ടോ അടിപൊളിയായി. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഇനി നമുക്ക് കുറച്ച് ഐ ഷാഡോയും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യണം. എന്നാലേ കുറച്ചുകൂടി ബ്ലാക്ക് ആയിട്ട് നമുക്ക് നിൽക്കുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ചെയ്തത് നമ്മൾ കാജലിന്റെ ജസ്റ്റ് ഒന്ന് കൊടുത്ത് ഫുള്ളായിട്ട് ഐലൈനർ പോലെ ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഐലൈനർ എഴുതിയത്. കാരണം കാജലിന്റെ അധികം ഡാർക്കായിട്ട് വന്നില്ല. പിന്നെ എന്ന് വെച്ചെങ്കിൽ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് അയക്കണം, എനിക്ക് കുറേ പാടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വളരെ വാട്ടർ പ്രൂഫ് ആട്ടോ, മിലിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇതാണ് ഐലൈനർ ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് എന്താ ഇടാം, നമുക്ക് ഐ ഷാഡോ ഇടണം. ഓക്കെ, ഇത് പരകൂലേക്കും. ആദ്യം ഇത് ഉണങ്ങണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇതിന് നമ്മള് ഈ ഒരു കളർ എടുക്കണം, എന്നാലേ കുറച്ചുകൂടി ഡാർക്കായിട്ട് എടുക്കുള്ളൂ. ഒരു ബ്രൗൺ ആയി കളറാണ് എടുക്കുന്നത്. ഇത് കൂടി ഇടട്ടെ. എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെയ്യാൻ പറ്റില്ല, അതാണ്. ഓക്കെ, അടിപൊളിയായിട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പം ഒരു അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. നമുക്ക് ടർബനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കാണുമല്ലോ. പിന്നെ പക്ഷെ നമ്മളൊരു സമാധാനത്തിനാണ് നമ്മൾ ബ്ലഷൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബ്ലഷ് കൂടിപ്പോയിട്ട് അവിടെയും ഇവിടെയൊക്കെയാണ് ബ്ലഷ് കിടക്കണം. ബ്ലഷ് ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റർ ഇടാം. നമുക്ക് വെടി വെക്കണ സമയത്ത് നമ്മൾ തിളങ്ങി നിൽക്കട്ടെ ഗൈസ്. നമ്മൾ ഐ ഷാഡോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഹിജാബ് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ബ്ലാക്ക് ആണ് ഇവിടെ, ഒബ്വിയസ്ലി നമ്മൾ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെല്ലാ
ലുക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനതേ ഷോള് ജസ്റ്റ് ടർബൻ കിട്ടിയിട്ട് അവിടുന്ന് ഷോളും കെട്ടിട്ടിട്ടുണ്ട്. പിന്നെ അതേ ബ്ലാക്കാണ് ഫുൾ ഇട്ടത്. ബ്ലാക്ക് ഇട്ടാലേ ആ ഒരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ നോക്കി എൻ്റെ തോക്കുകളെടുത്ത് കളഞ്ഞു, അതുകൊണ്ട് ഇത് തോക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സംഭവം എങ്ങനെയുണ്ട്? അങ്ങനെ നിൽക്കാറ്. ഇതെങ്ങനെ പിടിക്കുക? എങ്ങനെയുണ്ട് ലുക്ക്? ഞാൻ കുറച്ച് എഫക്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് താടില്ല. താടിക്ക് ഞാൻ എവിടെ പോവും? അപ്പം മീശ ഇവിടെ ഇങ്ങനെ തുളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താടിയായിട്ട് അയ്യോ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെയുണ്ട് ലുക്ക്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ണധികം കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സൈസ് ടൈപ്പ് ഓഫ് മേക്കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമുക്ക് കണ്ണ് മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ സീനെ. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.